HSA ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ 2025 ആദ്യം തന്നെ ഉണ്ടാകും. എൻട്രിയിൽ കോഴ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് HSA ഇംഗ്ലീഷ് നിയമനം നടക്കുമോ, നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്നവരോടാണ്. 2018 ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച ഒരു ഹർജിയിന്മേൽ 2021-22 അധ്യയന വർഷം മുതൽ ഇംഗ്ലീഷ് ഭാഷ പ്രധാന ഭാഷയായി പഠിച്ചൊരു അധ്യാപകൻ മാത്രമേ ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കാവൂ എന്ന ഒരു വിധി ജസ്റ്റിസ് മണികുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിനെ ഭാഷയായി അംഗീകരിച്ചുകൊണ്ട് 640ഓളം പുതിയ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കപ്പെടണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഈ വിധി നടപ്പിലാക്കാൻ സമയം ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിന് ഹൈക്കോടതി വിധി നടപ്പിലാക്കേണ്ടി വരും. കേരളത്തിലെ 413 സ്കൂളുകളിൽ മതിയായ ഇംഗ്ലീഷ് അധ്യാപകരില്ല. 5 ഡിവിഷൻ ഇല്ലാത്ത സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റു വിഷയങ്ങൾ പ്രധാന വിഷയമായി എടുത്തു പഠിച്ച അധ്യാപകരാണ്. ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ പോലും ഇല്ലാത്ത 642 ഹൈസ്കൂളുകൾ കേരളത്തിലുണ്ട്. ഈ വിധി നടപ്പിലാക്കിയാൽ ഏറ്റവും കൂടുതൽ ഒഴിവ് വരാൻ പോകുന്ന ഒരു തസ്തികയാവും HSA ഇംഗ്ലീഷ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരള സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ പ്രക്രിയയിലും വിദ്യാർത്ഥികളിലും സ്കൂളുകളുടെ പ്രവർത്തനങ്ങളിലും വലിയ രീതിയിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഈ അവഗണന ഭാവിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ട് പഠിച്ച ഒരു അധ്യാപകനല്ലാതെ മറ്റാർക്കാണ് ഇംഗ്ലീഷ് ഭംഗിയായി പഠിപ്പിക്കാൻ കഴിയുക? നമുക്കറിയാം, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ഉന്നത ബിരുദങ്ങൾ നേടിയതിന് ശേഷവും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ പലയിടത്തും പിന്തള്ളപ്പെടുന്നവരാണ് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരിൽ പലരും. ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകൻ തന്നെയാണ്. പലപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ബിരുദവും BEd നേടിക്കഴിഞ്ഞ് അധ്യാപകരാകാൻ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെയും ഇടയിൽ മാത്രമാണ്. എന്നാൽ ഇവരുടെ ഇടയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലിത്. കേരളത്തിലെ മാതാപിതാക്കളും വിദ്യാഭ്യാസ വിചക്ഷണരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഭരണകൂടവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. സർക്കാർ സ്കൂളുകളിൽ ആര് പഠിപ്പിച്ചാലും ഇംഗ്ലീഷിന് A+ കിട്ടും എന്നൊരു കീഴ്വഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മകന് ഇംഗ്ലീഷിന് ട്യൂഷൻ ആവശ്യമില്ല, മറിച്ച് മാത്സിനും സയൻസിനും ഒക്കെയാണ് അവന് ഡിഫിക്കൽറ്റി തോന്നാറുള്ളത് എന്ന്. സത്യത്തിൽ ഹൈസ്കൂളുകളിലെ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് എന്തിനാണ് നമ്മുടെ ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കുന്നതെന്ന്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന്. ഇംഗ്ലീഷ് ഒരു ഭാഷയാണ്. അത് അനായാസമായി സംസാരിക്കുവാനും സ്വന്തമായി എഴുതുവാനും 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് കഴിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിന് A+ വാങ്ങിച്ച് പുറത്തിറങ്ങുന്ന ഒരു വലിയ ശതമാനം വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനും തെറ്റില്ലാതെ എഴുതുവാനും അറിയുകയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. എന്നാൽ ഇംഗ്ലീഷ് പ്രധാന വിഷയമായിട്ടെടുത്ത് പഠിച്ച അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളിൽ ഈ വ്യത്യാസം പ്രകടവുമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പ്രധാന വിഷയമായി പഠിച്ച് BEdും KTET കാറ്റഗറി 3യും പാസ്സായ ഉദ്യോഗാർത്ഥികൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഭാവിയിൽ എല്ലാം മാറി വരും. ഇംഗ്ലീഷിനോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാവും. കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ അനിവാര്യത നമ്മളെക്കാൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് അവരിലാണ്. പിന്നീടുള്ള ഒരു ആശങ്ക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ HST ഇംഗ്ലീഷ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും 2030 പൂർത്തിയാകൂ, നടപ്പാക്കൂ എന്ന് സർക്കാർ പറയുന്നുണ്ട്. നിലവിലെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ 2025 ആദ്യം HSA ഇംഗ്ലീഷ് പരീക്ഷ വിളിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഇനി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപക വേക്കൻസി കൂടുകയും അധ്യാപക നിയമനം വേഗത്തിൽ നടക്കുകയും ചെയ്യും. അവിടെ ഒരു അധിക യോഗ്യതയായിട്ട് വരുന്നത് PG ആണ്. അല്ലെങ്കിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ PG പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. സെറ്റ് പരീക്ഷയായാലും നെറ്റ് പരീക്ഷയായാലും HSA ആയാലും HSST ആയാലും KTET കാറ്റഗറി 3 ആയാലും PG സിലബസാണ് ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. ഒരു PGയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. എൻട്രിയിലെ കോഴ്സുകൾ ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. സിലബസിൽ എങ്ങനെ മാറ്റം വന്നാലും, പരീക്ഷാരീതി ഏത് തരത്തിൽ മാറിയാലും, യോഗ്യതയിൽ മാറ്റം വന്നാലും ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്ത് മോറൽ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത്രമേൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ഞങ്ങളുടെ ടീമിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് അധ്യാപകൻ ആകാൻ വേണ്ടിയാണ്. ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം വിദൂരമല്ല. There could be a golden past with its pleasure and pathos, but the change is inevitable. മാറ്റം അനിവാര്യമാണ്. എല്ലാം മാറി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻട്രി നടത്തി വരുന്ന HSA ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഭാഗമാകുക,
പഠിച്ചു തുടങ്ങുക.